നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയോ? നമ്മുടെ സന്തോഷം അത് നമ്മളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന ഏറ്റവും വലിയ ബോധ്യം നമ്മൾക്കുണ്ടാവുക എന്നുള്ളതാണ്. ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമുക്ക് സന്തോഷം കണ്ടെത്താനാവുന്നത് എന്ന് ചിന്തിക്കുന്നത് വളരെ വളരെ ബാലിശമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അയാൾ കൂടെ ഉണ്ടാവുമ്പോഴല്ല നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത്. മറിച്ച് നിങ്ങൾ അയാളെ ആശ്രയിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. ഒരു പക്ഷേ അയാൾ നിങ്ങളെ അവഗണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് പറയുന്ന ആ നിമിഷം നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തേക്കായിരിക്കും നിങ്ങളുടെ മനസ്സ് കൊണ്ടുപോവുക നിങ്ങളെ. അപ്പോൾ അതിൽ നിന്നും കരകയറാൻ നമുക്കൊരിക്കലും പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുത്തെന്ന് വരാം. അതിൻ്റെയൊന്നും ആവശ്യമില്ലാന്നേ ഈ ചെറിയ ജീവിതത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാലേ, നമുക്ക് ലൈഫിൽ ഇപ്പോൾ എന്താ പറയുക, ഒരു ചെറിയ കാര്യത്തോടൊരു ആഗ്രഹമുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ, വല്ല പൊറോട്ട, ചിക്കൻ, അല്ലെങ്കിൽ ഒരു മിഠായി, അല്ലെങ്കിൽ 12 മണിക്കൊക്കെ കല്യാണത്തിന് മുമ്പ്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നമ്മൾ രാത്രി വീട്ടിൽ 12 മണിക്കൊക്കെ എണീറ്റിരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കും. അത് കല്യാണം കഴിഞ്ഞ ശേഷം നമുക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നമ്മൾ സ്വയം നമ്മളുടെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അത് ചെയ്തു തുടങ്ങുമ്പോൾ ആ നിമിഷം തൊട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും, തീർച്ചയാണ്. കാരണം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവനവനെ തന്നെയാണ്. അത് മറിച്ച് വേറെ ആരെയുമല്ല. നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, നിങ്ങളുടെ മക്കളായിക്കോട്ടെ, നിങ്ങളുടെ പാരൻസ് ആയിക്കോട്ടെ, എല്ലാവരും നിങ്ങൾക്ക് ചുറ്റിലുണ്ടാവും. പക്ഷേ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. അത് അത്രയ്ക്കും സ്നേഹമില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ മണിക്കൂർ കണക്കിന് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കണ്ടല്ലോ, അല്ലേ? അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ നമ്മൾ തന്നെ ധാരാളമാണ്. നമ്മളുടെ കൂടെ ഒരു ആഡ് ഓൺ ആയിട്ട് ഒരാൾ ഉണ്ടെങ്കിൽ അത് അയാൾക്ക് നമ്മളുടെ സന്തോഷം നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അതിൽ പരം അയാൾ മാത്രമാണ് നമ്മളുടെ ഹാപ്പിനെസ്സിൻ്റെ ഒരു ഫാക്ടർ എന്ന് ചിന്തിക്കേണ്ട യാതൊരു തരത്തിലുള്ള ആവശ്യം ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ജനിക്കുന്നുണ്ട് അല്ലേ, നമ്മൾ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെങ്കിലേ നമ്മൾ ജനിക്കുള്ളൂ എന്ന് നമുക്ക് പറയാനുള്ള റൈറ്റ്സ് ഇല്ല. നമ്മൾ മരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ വിധി എന്ന് നമുക്കറിയില്ല. ഈ രണ്ട് ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുണ്ടാവുന്ന ഈ കാലയളവിൽ നമ്മൾ എന്തിനാണ് ഒരാളെ മാത്രം ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്? ചിലർക്കുണ്ട് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് എനിക്ക് കൂടുതലാണ് കേട്ടോ, ഞാൻ ഒരാളെ ഡിപ്പെൻഡ് ചെയ്താലേ ജീവിക്കുള്ളൂ എന്ന് പറയുന്ന കുറച്ച് പേര്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരു മനുഷ്യൻ സാഹചര്യം വന്നാൽ അത് എവിടെയാണെങ്കിലും അയാൾ തനിച്ച് ജീവിക്കും. അത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. എപ്പോഴും മനസ്സിൽ ഓർമ്മിച്ചോളൂ, നിങ്ങളാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ ഘടകം.